ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. നടി രഞ്ജിനി നൽകിയ ഹർജിയെ തുടർന്നാണ് തീരുമാനം. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിച്ച ശേഷം മാത്രം തുടർ നടപടി. മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, നേരത്തെ ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തുവരുമെന്നായിരുന്നു അറിയിച്ചത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 11 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറും എന്നായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടി രഞ്ജിനി ഹർജി സമർപ്പിച്ച സാഹചര്യത്തിലാണ് ഒരു താൽക്കാലികമായി ഈ ഒരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടായേക്കുന്നത്. ഏതായാലും ഹർജിയുമായി നടി കോടതിയെ സമീപിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഹർജി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. തിങ്കളാഴ്ചയാണ് കോടതി ഈ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. ഏതായാലും സ്വകാര്യതയെ മാനിക്കുന്ന ഈ റിപ്പോർട്ട് കൈമാറുന്നതിൽ ചിലരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിക്ക് പുറത്തുവിടാം അല്ലെങ്കിൽ കൈമാറാം എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഏതായാലും ഇനി കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. മാനസ, നേരത്തെ കോടതി പറഞ്ഞത് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്നായിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കണമെന്നുമായിരുന്നു കോടതി നേരത്തെ അറിയിച്ചിരുന്നത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട്. തീർച്ചയായും ആര്യ, നടി രഞ്ജിനി നേരത്തെ പുറത്തുവിടണമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിടരുത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെയും നേരത്തെ നടന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തീരുമാനവുമായി നടി പോയ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി പരിഗണിച്ചതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാം എന്ന തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൈമാറില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച കോടതി പരിഗണിച്ച ശേഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 233 പേജുള്ള പകർപ്പ് കൈമാറാനായിരിക്കും തീരുമാനം. ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള കാലാവധി കോടതി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് നേരത്തെ ഇന്ന് ശനിയാഴ്ച കൈമാറാം എന്ന തീരുമാനത്തിൽ എത്തിയത്. ഏതായാലും ഒരാഴ്ച സമയം സർക്കാരിന് കൊടുത്തിരുന്നു. എങ്കിൽ കൂടിയും നേരത്തെ കൈമാറാം എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ഏതായാലും ഇന്ന് 11 മണിക്ക് പുറത്തുവിടാൻ തീരുമാനിച്ച അല്ലെങ്കിൽ കൈമാറാൻ തീരുമാനിച്ച ഈ പകർപ്പ് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഹർജിയെ പരിഗണിച്ചാണ്. മാത്രമല്ല ഹർജി നൽകിയതിനു ശേഷം സർക്കാരിനെ കൂടി നടി സമീപിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. ഇതേ തുടർന്നാണ് സർക്കാർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തൽക്കാലത്തേക്ക് പുറത്തുവിടുന്ന അല്ലെങ്കിൽ കൈമാറുന്ന ആ ഒരു തീരുമാനം താൽക്കാലികമായി മാറ്റിവെച്ച് തിങ്കളാഴ്ച കോടതി ഇക്കാര്യം പരിഗണിച്ച ശേഷം മാത്രം കോടതിയുടെ തീരുമാനപ്രകാരം മാത്രം ഇതിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. തീർച്ചയായും എന്തായാലും തിങ്കളാഴ്ച ഈ ഹർജി കോടതി പരിഗണിക്കും. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.